രാഹുൽ ഗാന്ധി ഇക്കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി മോദിയോടെ വലിയൊരു ഔദാര്യം കാണിച്ചു എന്ന് അറിഞ്ഞു. ഞാൻ വളരെ ക്യൂരിയോസിറ്റിയോടുകൂടി എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി നോക്കി. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രജൻ ബോംബ് കൊണ്ടുവരുന്നതാണല്ലോ മൂപ്പര് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ ഹൈഡ്രജൻ ബോംബ് കൊണ്ടുവന്നു, പക്ഷേ അത് പൊട്ടിച്ചില്ല. പ്രധാനമന്ത്രിയുടെ ജന്മദിനമാണല്ലോ, അദ്ദേഹം ഖുഷിയായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് പൊട്ടിച്ചില്ല. എന്നിട്ട് അതിന് ശേഷം പിറ്റേ ദിവസം അദ്ദേഹം പൊട്ടിച്ചു ഈ ബോംബ്, ഹൈഡ്രജൻ ബോംബ് സാമ്പിൾ അതിന്റെ സാമ്പിൾ പൊട്ടിച്ചു. സാമ്പിൾ തന്നെ ചീറ്റിപ്പോയി എന്നുള്ളതാണ്. സ്വന്തം തലയ്ക്ക് തന്നെ വീണ് പൊട്ടി. അതെ, ആറ്റം ബോംബ് കൊണ്ടുവന്നു, അത് പൊട്ടിച്ചു. അത് പൊട്ടിച്ചപ്പോൾ കർണാടകയിലെ ഒരു മന്ത്രിയുടെ നെഞ്ചത്തും സ്വന്തം അമ്മയുടെ നെഞ്ചത്തുമാണ് കൊണ്ടത്. അപ്പോൾ അതേ രാഹുൽ ഗാന്ധി അടുത്ത ബോംബ് വന്നു, അതിന്റെ സാമ്പിൾ പൊട്ടിച്ചു. സാമ്പിൾ പൊട്ടിച്ചപ്പോഴേക്കും ഇതിപ്പോൾ സ്വന്തം നെഞ്ചത്ത് തന്നെ കൊള്ളാനുള്ള സാധ്യതയുണ്ട്. ഇലക്ഷൻ കമ്മീഷനെ നേരിട്ട് കൊണ്ടുവന്ന് ഇതിലേക്ക് വലിച്ചിഴച്ചിരിക്കുകയാണ്. ഈ പറയുന്ന രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് അത്യന്തം അപകടകാരിയായിട്ടുള്ള ഒരു മനുഷ്യനായി മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉത്തരം? അടുപ്പുകൂട്ടി ചർച്ചക്കാരെ അറിഞ്ഞൂടെ ആരാണെന്നുള്ള? എനിക്കറിയാം. അടുപ്പുകൂട്ടി ചർച്ചക്കാര് പറയുന്നവര് കണ്ടത് രാഹുൽ അപകടകാരിയാകുന്നു എന്ന്, രാഹുലിനെ പേടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസത്തെ ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റി ചോദിക്കാൻ പോകുന്നു രാഹുൽ. BJP അതായത് രാഹുലിനെ പേടിക്കുന്നു, ഓപ്പറേഷൻ സിന്ദൂറിന്റെ ചോദ്യം റഫേൽ എവിടെ, ഇതൊക്കെയാണ് ചോദ്യം. അപ്പം എത്ര വിമാനം വീണു, ഇതൊക്കെയാണ് ചോദ്യം. പാകിസ്ഥാനിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് അവരുടെ തന്നെ ഒരു മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പാകിസ്ഥാനിൽ ഇന്ത്യ കാണിച്ചു കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ പറയും. എന്തായാലും ഈ വോട്ട് ഇതാണല്ലോ ഇവിടുത്തെ വിഷയം. അപ്പോൾ ഇതിൽ ഇത് ഇന്നലെ ഒരു പ്രസ് കോൺഫറൻസിൽ ഇങ്ങനെ ചോദിച്ചു, ഇത് ജനാധിപത്യത്തിന് നിങ്ങൾ കോടതിയിൽ പോകാത്തെന്തുണ്ട്? അന്നും ആറ്റം ബോംബ് ചെയ്തപ്പോഴും പറഞ്ഞിരുന്നു കോടതിയിൽ പോകാത്ത എന്താണെന്ന് ചോദിച്ചു. നിങ്ങൾ കോടതിയിൽ പോകണം. പറഞ്ഞില്ല, കോടതിയിൽ എനിക്ക് ആ ഏരിയയിലോട്ട് ഞാൻ പോവില്ല. അതെന്താണ്? അത് പോവില്ല എന്നൊക്കെ പറയണം. അപ്പം കോടതി കയറി മാപ്പ് പറഞ്ഞ് കോടതി അങ്ങനെ പറഞ്ഞു. അപ്പം അവര് ചോദിക്കുന്നുണ്ട്, അല്ല എനിക്ക് എൻ്റെ തെളിവെന്ന് പറഞ്ഞാൽ ഇതാണ്, ജനങ്ങളാണ് എൻ്റെ തെളിവുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് തടി തപ്പി. എന്നിട്ട് പിന്നെ വോട്ട് ചോരി യാത്ര എന്നൊക്കെ പറഞ്ഞാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ മലേഷ്യയിൽ പോയിട്ടോ. അതെ, അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അതെ, പ്രോട്ടോകോളൊക്കെ തെറ്റിച്ച് ജോർജ് സോറോസിന്റെ മകനെ കണ്ടു, സാക്കിർ നായികിനെ കണ്ടു എന്നൊക്കെയാണ് വരുന്ന വിവരം. ഈ പ്രോട്ടോകോൾ തെറ്റിച്ച് പോകുന്നത് ഈ പാവപ്പെട്ട സൈനികരുടെ തലവേദന ആലോചിച്ചു, അല്ലെങ്കിൽ കമാൻഡോസിന്റെ ഒരു അവസ്ഥ ആലോചിച്ചു. അവർക്കൊന്നും പറയാനും പറ്റില്ല. ഈ വളഞ്ഞ ബുദ്ധി ഇത് എങ്ങനെ ഞങ്ങളുടെ രാജ്യത്ത് വന്ന് പെട്രോളിയാ എന്നായിരിക്കും ചിന്തിക്കുന്നത്. എന്തിനാണ് പ്രോട്ടോകോളൊക്കെ തെറ്റിച്ച് ഇദ്ദേഹം പോകുന്നതെന്നുള്ളതൊരു വലിയ ചോദ്യമാണ് അല്ലേ? പ്രോട്ടോകോൾ തെറ്റിച്ച് ഇങ്ങനെ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നത്, ഒരു പ്രതിപക്ഷ നേതാവ് അങ്ങനെ പോകുന്നത് വളരെ സംശയാസ്പദമായ കാര്യമാണ്. നമുക്ക് മോദി ഇങ്ങനെ പോയാൽ ഒരു വട്ടം പോയാൽ മതി, അതെന്തെല്ലാം രീതിയിലായിരിക്കും വ്യാഖ്യാനിക്കപ്പെടുന്നത്. നേരെ പോയിട്ട് തന്നെ എന്തൊക്കെ വ്യാഖ്യാനിക്കപ്പെടുന്നു. അപ്പോൾ ഒന്ന് പ്രോട്ടോകോൾ തെറ്റിച്ച് സുരക്ഷാ സൈനികരൊന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയാൽ എന്തെല്ലാം വ്യാഖ്യാനങ്ങളുണ്ടാവും. അപ്പം ഈ പറയുന്ന ഈ വോട്ട് ചോരിയിൽ ഇപ്പോൾ പറയുന്ന ഈ പുതിയ സംഭവം, അതായത് കർണാടകയിലെ അലന്ത് എന്ന് പറഞ്ഞ ഒരു പ്രദേശം, അലന്ത് എന്ന് പറഞ്ഞ നിയമസഭാ മണ്ഡലം, അവിടെ 2003 തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് കർണാടകയിലെ ഒരു തിരിമറി നടത്തി. ആരാണ് തിരിമറി നടത്തിയത്? ഇലക്ഷൻ കമ്മീഷൻ. അപ്പോൾ ഡയറക്റ്റ് അങ്ങ് അടിക്കുകയാണ്. ഡയറക്റ്റ് കാരണം ജ്ഞാനേന്ദ്ര ഷാ ആരാണ്? അമിത്ഷായ്ക്ക് പുതപ്പ് വിരിച്ചു കൊടുക്കുന്ന ആളെന്നല്ലേ പറയുന്നത്. അപ്പം ഫോട്ടോ ഉണ്ട്, രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ ഫോട്ടോ ഉണ്ട്, പൊന്നാട അണിയിക്കുന്ന ഫോട്ടോ ഉണ്ട്. അപ്പോൾ അവിടെ വ്യക്തമാണ് കാര്യങ്ങൾ. ഈ ജ്ഞാനേന്ദ്ര ഷാ അപ്പോയിന്റ് ചെയ്ത സമയത്ത് ഈ പൊട്ടനെ രാഹുൽ ഗാന്ധിയും കൂടെ വിളിച്ച് വരുത്തിയിട്ടാണ്, പോലെ രാഹുൽ ഗാന്ധിയെ വിളിച്ചിട്ടാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. പാതിരാത്രി അപ്പോയിന്റ് ചെയ്യുന്ന ഒരു ഇതറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അന്നൊന്നും ഇയാൾക്ക് അറിയത്തില്ല, ട്യൂബ് ലൈറ്റ് ആണോ എനിക്കറിയില്ല എന്താണ് ഇയാളുടെ. അപ്പോൾ എന്തായാലും ഇലക്ഷൻ കമ്മീഷണറിനെയാണ് ഇതെല്ലാം എയിം ചെയ്തിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷണറിനെ വേണമെങ്കിൽ എനിക്ക് അതിനെപ്പറ്റിയുള്ള നിയമസാധ്യത അറിയില്ല, സ്വമേധയാ കേസിന് പോകാമോ എന്നുള്ള. അതായത് പക്ഷെ ഇയാൾക്ക് വേണ്ടത് എങ്ങനെയാണ്? അറസ്റ്റ് വേണം, അറിയില്ലേ? പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകണം അദ്ദേഹത്തിന്, അതാണ് ഇയാൾക്ക് വേണ്ടത്, സിമ്പതി. അപ്പോൾ ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട്, കാരണം അപ്പൂപ്പൻ ജയിലിൽ കിടന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരു ലെഗസി ഉണ്ടാക്കിയെടുക്കണം ജയിലിൽ കിടന്നതിൻ്റെ. അപ്പൂപ്പൻ ജയിലിൽ കിടന്നത്
രാജ്യത്തിന് വേണ്ടിയാണെങ്കിൽ ഇത് രാജ്യവിരുദ്ധ പ്രവർത്തനത്തിനാണ് അകത്ത് കളിക്കണമെന്നേ ഉള്ളൂ. കാരണം ഇലക്ഷൻ കമ്മീഷനെയൊക്കെ ചീത്ത പറയുക എന്ന് പറഞ്ഞാൽ ഇതൊന്നും വ്യക്തമായ തെളിവുകളില്ലാതെ ഇത് അന്ധമായിട്ടുള്ള മോദി വിരോധം. അതായത് ഈസി വാക്ക് ഓവർ ഉണ്ടാവും. ഭാവി പ്രധാനമന്ത്രി, ആവിഷ്കാല ഭാവി പ്രധാനമന്ത്രി. അപ്പം കുറേ നാളുകളായിട്ട് ആ പ്രധാനമന്ത്രി കസേര ഇപ്പം കിട്ടുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ്. അപ്പോൾ അത് അതിനു വേണ്ടി അല്ല, കിട്ടാണ്ട് ഒന്ന് ആലോചിച്ച് നോക്കും. നിങ്ങൾ ചേച്ചി തന്നെ ആലോചിച്ച് നോക്കും. ചേച്ചിയുടെ ലൈഫിൽ വളരെ സിമ്പിളായിട്ട് കിട്ടുമെന്ന് പറയുന്ന ഒരു കാര്യം, അതിനുവേണ്ടി ജീവിതത്തിൽ ഏറ്റവും കഷ്ടപ്പെടേണ്ടി വരുന്ന ആലോചിച്ച് നോക്കും. ആർക്ക് സഹിക്കും? ഫ്രസ്ട്രേറ്റഡ് ആയി പോവും. അതായത് ഏറ്റവും എളുപ്പത്തിൽ എന്താ പറയുക, നമ്മൾ ശ്വാസം എടുക്കുന്ന ലാഘവത്തോടെ നമുക്ക് കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഫ്രസ്ട്രേഷൻ്റെ ആൾരൂപമായിട്ട് അയാൾ മാറും, ഇല്ലേ? വിഷാദത്തിലേക്ക് വിഷാദത്തിലേക്ക്. പിന്നെ കാരണം അതിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും ഇദ്ദേഹം പറയുന്ന ഈ ഒരു കാര്യമുണ്ട്. അതായത് ഈ അലന്തിൽ 2023 6018 രജിസ്റ്റേർഡ് വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറന്തള്ളാനുള്ളൊരു നീക്കം ആര് നടത്തി? കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ. അപ്പോൾ അത് നടത്താൻ വേണ്ടി സംസ്ഥാനത്തിന് പുറത്തുള്ള ഫോൺ നമ്പറുകളാണ് ഉപയോഗിച്ചത്. അതിന് എന്നിട്ട് കർണാടക പോലീസും CID ഒക്കെ സ്വമേധയ കേസ് അന്വേഷിക്കുകയാണ് അവിടെ. അപ്പോൾ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ അതിന് സഹകരിക്കുന്നില്ല. തെളിവ് തരൂരുടെ പട്ടി എന്നൊക്കെ പറഞ്ഞ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പം ഇതിന് പറയുന്നത് കാരണം സെൻട്രലൈസ്ഡ് സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇതൊക്കെ നടക്കുന്നതെന്ന്. സെൻട്രലൈസ്ഡ്, അതായത് നമ്മൾ ഈ ഫേസ്ബുക്കിൽ DP മാറ്റുക, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ഈ ഫോട്ടോ ഡിലീറ്റ് ചെയ്യുമല്ലോ ഫേസ്ബുക്കിൽ, നമ്മളൊരു ഫോട്ടോ ഇട്ടിട്ട് ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യണം. അതേ ലാഘവത്തോടെ ഒരു വോട്ടറിൻ്റെ പേര് ഓൺലൈൻ വെബ്സൈറ്റിൽ നിന്ന് എടുത്ത് കളയാൻ പറ്റുമെന്നാണ് ഇയാൾ പറയുന്നത്. ഇന്ത്യ പോലത്തെ ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഇത് പോസിബിൾ ആണെന്നാണ് പറയുന്നത്. അതായത് ഇപ്പം ഞാൻ തീരുമാനിക്കുകയാണ്, ഞാനൊരു പാർട്ടിക്കാരനോ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥനോ ആണ്, ഞാൻ തീരുമാനിക്കുകയാണ് എനിക്ക് പ്രജിതയ്ക്ക് വോട്ട് വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. ഇന്ന് രാത്രി ഓൺലൈനിൽ കയറി ഡിലീറ്റ് കഴിഞ്ഞ് പരിപാടി. ഇത് നമ്മുടെ തമിഴ് സിനിമകളിൽ പോലും ഇങ്ങനെ കണ്ടിട്ടില്ല. മറ്റേ കോപ്പിങ് എന്നൊക്കെ പറഞ്ഞ് എഴുതി കാണിക്കും. നാസയുടെ ഫയലുകൾ മൊത്തം കോപ്പി, സിനിമയിൽ അങ്ങനെയൊക്കെ കാണിക്കാറുണ്ട്. അതുപോലെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഏത് സോഫ്റ്റ്വെയർ ആണെന്ന് അറിയില്ല. മമ്മൂട്ടിയുടെ സിനിമയിൽ പറയുന്നത് നാസയ്ക്ക് മാത്രം കൊടുത്തിട്ടുള്ള സോഫ്റ്റ്വെയർ ആണോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ എന്തായാലും അടുത്ത നിമിഷം ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം അവാസ്തവമാണെന്നുള്ള രീതിയിൽ അവിടുന്ന് തന്നെ എന്താണ് ഇലക്ഷൻ കമ്മീഷൻ്റെ മറുപടി വരുന്നുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ ഇങ്ങനെയാണ്, ഈ മറുപടി വയ്യാൻ താല്പര്യമില്ല, മറുപടി വരാൻ താല്പര്യമില്ല എന്നാണ് പറയുന്നത്. ആ രീതിയിലാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അവരുടെ ഒരു ടോൺ എന്ന് പറഞ്ഞാൽ ഈ വയ്യ വിളിച്ചോണ്ട് പോകും, വിവരമുള്ള ആരെങ്കിലും വിളിച്ചോണ്ട് പോകാന്നുള്ള രീതിയിലാണ് പറയണത്. മനസ്സിലായി എന്താണ്? അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനെ മറുപടി പറയാൻ പാടില്ല. ഇങ്ങനെ എത്ര തവണ മറുപടി പറയണം? എന്തെങ്കിലും ഒരു എന്ന് പറഞ്ഞാൽ ഞാൻ എത്ര തവണ ഇതും കൊണ്ട് വരണേ, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറ. അതായത് ഈ വോട്ട് ചോരി ആരോപണത്തിനെ തുടർന്ന് ഈ രാഹുൽ ഗാന്ധി ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ എന്തിനാണ് കോടതിയിൽ പോകാത്തതെന്ന് ചോദ്യം വരുന്നുണ്ട്. അവിടെ അപ്പോൾ പറയുന്നത് എന്താണ്? എനിക്ക് കോടതിയിൽ പോകലല്ല എൻ്റെ ഉദ്ദേശം, ജനങ്ങളെ തെരുവിലേക്ക് ഇറക്കുക, ഇതാണ് വേണ്ടത്. സർക്കാരിനെ വലിച്ചു താഴെയിടണം, മറ്റു രാജ്യങ്ങളിലൊക്കെ കണ്ട പോലെ, നേപ്പാളിലൂടെ എവിടെയൊക്കെ കണ്ടതുപോലെ. അല്ലാതെ ഇനി ഇലക്ഷനിലൂടെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലായി. ഇതിലെന്താണ് നടന്നത്? ഇത് ഈ പറയുന്ന ഒരു 6018 വോട്ട് എന്നുള്ളതിന് അവിടെ തന്നെ തെറ്റുണ്ട്. ആ സംഖ്യയിൽ 5994 കള്ളവോട്ട് നടത്താനുള്ള ശ്രമം അവിടെ നടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ 24 വോട്ടിന് 24 അതിനകത്തുള്ള 24 വോട്ട് ജെന്യൂൻ വോട്ടേഴ്സാണ്. ഞാൻ പറയാം, അതായത് 6018 കള്ളവോട്ട് അല്ലെങ്കിൽ വോട്ടർമാരുടെ പേര് മാറ്റാനുള്ള ശ്രമം അവിടെ നടന്നിട്ടുണ്ടെന്ന് പറയുന്നത് വരെ ശരിയാണ്, നടന്നിട്ടുണ്ട്. അത് ആരാണ് നടത്തിയത്? ഇദ്ദേഹം പറയുന്നത് ഈ 6018 പേരിലും ഉള്ള ഒരു OBC SC ST വിഭാഗത്തിലൊക്കെ ഉള്ളതാണ്. അവരെല്ലാം തന്നെ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവരാണെന്ന്. എന്തുറപ്പില്ല അത് പറയുന്നത്? അങ്ങനെ പറയാൻ പറ്റൂ? ഇന്ന വിഭാഗത്തിലായതുകൊണ്ട് അത് കോൺഗ്രസിനെ വോട്ട് ചെയ്യും, അവിടെ കോൺഗ്രസ് മാത്രമേ ഉള്ളൂ, വേറെ എന്തെല്ലാം പാർട്ടികളുണ്ട്. അപ്പോൾ ഈ 6018 പേരെ മാറ്റാനുള്ള ശ്രമം നടത്തി. അതിൽ എങ്ങനെ കണ്ടുപിടിച്ചത്? ബൂത്ത് ലെവൽ ഓഫീസറായിട്ടുള്ള മഹന്ത് ദേവി എന്ന് പറയുന്ന ഒരു ഓഫീസർ, അവരുടെ അനുജൻ്റെ, അതായത് ഒരു ഫോം 7 എന്ന് പറഞ്ഞൊരു ഫോം ഉണ്ട്, അറിയായിരിക്കുമല്ലോ. അതായത് ഒരു വോട്ടർ പട്ടിക പിൻവലിക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര തൊല്ല പിടിച്ച ചടങ്ങാണ്. നമുക്ക് ചുമ്മാ അങ്ങോട്ടൊന്നും പറ്റില്ല, നമുക്കിത് വേണ്ടാന്ന് തോന്നും. എൻ്റെ ഒരു വോട്ടർ പട്ടിക എൻ്റെ ഇവിടെ നിന്ന് മാറ്റണം, ഞാൻ ഇപ്പോൾ വിദേശത്ത് എങ്ങനെ പോയി, ഭയങ്കര തൊല്ല പിടിച്ച ചടങ്ങാണ്. അപ്പോൾ അതിൽ ഈ ഫോം 7 എന്ന് പറയുന്നത് സബ്മിറ്റ് ചെയ്യണം. അത് ഒന്നുകിൽ നമുക്ക് ഈ പറയുന്ന പോലെ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യാം, ഇല്ലെങ്കിൽ നേരിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഫോം 7 അപ്ലൈ ചെയ്ത് അങ്ങനെ ഒരു വ്യാജ ഫോം 7 ഇവർക്ക് കിട്ടി. ഈ ബൂത്ത് ലെവൽ ഓഫീസർ നോക്കിയപ്പോൾ ഇത് അവരുടെ സഹോദരൻ്റെതാണ് വോട്ട് പിൻവലിച്ചു. അപ്പോൾ ഇവർക്കൊരു സംശയം തോന്നി. ഇവർ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകി.
അങ്ങനെ അവർ നടത്തിയ സമഗ്രമായ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നടത്തിയ സമഗ്രമായ അന്വേഷണത്തിലാണ് 6018 ഇങ്ങനെ എന്താണ് റിക്വസ്റ്റ് പോയിട്ടുണ്ടെന്ന് പറഞ്ഞത് ഫോം 7. അങ്ങനെ എന്താണ് അതിൽ 24 ജെനുവിനാണ്, പക്ഷേ ബാക്കിയുള്ള 5994 ഇതാണെന്നുള്ളത് എഴുതി തള്ളി. എന്നിട്ട് ഇതിൽ കർണാടക പോലീസിനടുത്ത് കേസെടുക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങോട്ട് കർണാടക പോലീസ് കേസെടുത്തു. ഈ പറയുന്ന പോലെ എന്താണ് സെൻട്രലൈസ്ഡ് സോഫ്റ്റ്വെയർ വഴി ഒന്നും നടക്കുന്ന പരിപാടിയല്ല. കാരണം ഈ ഫോം 7 കൊടുത്തിട്ട് പിന്നെ അവർ ഹിയറിങ്ങിനെ വിളിക്കുന്ന ഒരു പ്രോസസ്സുണ്ട്. ഇതൊരു മൾട്ടി ലെയർഡ് പ്രോസസ്സാണ്, ഒരുപാട് ഘട്ടങ്ങളുണ്ട്. ഈ ഹാജരാവാൻ പറയും, എന്നിട്ട് നമ്മളവരെ ബോധിപ്പിക്കണം. ഇനിയിപ്പോൾ നമ്മളില്ല എന്നുണ്ടെങ്കിൽ വേറെ നെയ്ബേഴ്സിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. ഹിയറിങ് ഇങ്ങനെ ഒരുപാട് പ്രൊസീജിയറിലൂടെയാണ് പോകുന്നത്. അല്ലാതെ ഇത് പെട്ടെന്ന് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ഈ എന്താ പറയുക ഫേസ്ബുക്കിൽ DP മാറ്റുന്ന പോലെ മാറ്റാൻ പറ്റുന്ന കാര്യമല്ല. ഇങ്ങനെയൊക്കെ വിചാരിച്ച് വെച്ചിട്ടാണ് ഈ പൊട്ടം വന്നിരുന്നത് ഇങ്ങനെ പറയുന്നത്. പ്രതിപക്ഷ നേതാവാണ്, പക്ഷേ പൊട്ടത്തരം പറഞ്ഞാൽ പൊട്ടം തന്നെ പറയണ്ടേ. അപ്പോൾ അത് ഒന്ന്. അപ്പോൾ ഈ പറയുന്ന അന്വേഷണം നടന്ന സമയത്ത് കർണാടക പോലീസ് പറഞ്ഞു ആ OTP കഴിഞ്ഞ് വേണമെന്ന് പറഞ്ഞു അത് തരാൻ പറ്റില്ല. അത് കാരണം പ്രൈവസിയാണ്, ഡാറ്റ പ്രൈവസി എന്നൊരു സാധനമുണ്ട്. അത് നിങ്ങൾ കോടതി വഴി പോകുമെന്ന് പറഞ്ഞു. കോടതി വഴി പോയി കോടതി ഉത്തരവ് നൽകിയാലേ തരാൻ പറ്റുള്ളൂ എന്ന് ആര് പറഞ്ഞു? കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു. അതായത് ഈ നമ്പറുകളിൽ നിന്ന് പോയിരിക്കുന്നു എന്നൊക്കെ അത് ആർക്കൊക്കെ ഈ വ്യക്തികളുടെ എല്ലാം നമ്പർ അതിനകത്ത് വരത്തില്ലേ, വോട്ടർമാരുടെ. അപ്പോൾ അത് തരുന്നതിനുള്ളൊരു സാങ്കേതികമായ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് കോടതി വഴി പോകണം എന്ന് പറഞ്ഞു. പിന്നീട് ഈ കർണാടക പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അനക്കമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അതാരുടെ കുഴപ്പമാണ്? കർണാടക പോലീസിൻ്റെയും കർണാടക ഭരിക്കുന്ന സർക്കാരിൻ്റെയും കുഴപ്പമില്ലേ? അപ്പോൾ എന്തായാലും അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ഈ വലിയ ആന കാര്യം പോലെ എഴുന്നള്ളിച്ചുകൊണ്ട് വന്നതും ഇപ്പം മിക്കവാറും ഇതിലൊന്നും ഒരു കാര്യമില്ല എന്നുള്ള കഴിഞ്ഞ തവണ അതുകൊണ്ടല്ലേ കർണാടകയിൽ തന്നെയുള്ള ഒരു കോൺഗ്രസ് മന്ത്രി തന്നെ പറഞ്ഞില്ലേ ഇത് നമ്മൾ നോക്കേണ്ടിയിരുന്ന കാര്യമില്ലേ ഇത് എന്നിങ്ങനെ പറഞ്ഞത്. അതായത് രേവണ്ണ അങ്ങനെ എന്തോ അദ്ദേഹത്തിൻ്റെ പേര് മറന്നുപോയി. അദ്ദേഹത്തിന് ഉടനെ രാജിവെക്കാൻ ആവശ്യപ്പെട്ടു. അപ്പം അത്രയേ ഉള്ളൂ. ഇതൊക്കെ ഈ പറയുന്ന വലിയ ഇതൊന്നുമില്ല, ചുമ്മാ കുറേ ബോംബ് പ്രഹസനമാണെന്നേ ഉള്ളൂ. ഇതൊക്കെ രാഹുൽ ഗാന്ധി പറയുന്നതുകൊണ്ട് തന്നെയാണ് ശ്രദ്ധ തന്നെ കിട്ടുന്നത്. കോൺഗ്രസിലെ മറ്റേതെങ്കിലും നേതാവ് പറഞ്ഞെങ്കിൽ ശ്രദ്ധിക്കുമായിരുന്നെങ്കിൽ ഇത് ഇനിയിപ്പോൾ എന്ത് പറ്റുക വെച്ചാൽ രാഹുൽ ഗാന്ധി പറയുന്നത് ഇപ്പം എന്തെങ്കിലും ഒന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ ജനം അതുകൂടി കേൾക്കാത്തൊരവസ്ഥയിലേക്ക് പോകും. കാരണം പറയുന്ന ആരോപണങ്ങളെല്ലാം തന്നെ ശുദ്ധ തെറ്റാണ്, മണ്ടത്തരമാണ് എന്നുള്ളത് അദ്ദേഹം തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം മറ്റാർക്കോ വേണ്ടി ജോലി ചെയ്യുന്നത് പോലെയാണ് ഈ പറയുന്നത്. അപ്പം ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. അപ്പോൾ BJPക്ക് കുറച്ചുകൂടെ സുഗമമായിട്ട് കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.